മനുഷ്യന്റെ ഓരോ നിമിഷവും അത് അനർഘമാണ്, പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ആ ഓരോ നിമിഷങ്ങളും നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടു പോകുന്ന സമയമോ കാലമോ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ നദിമ അലാ ശൈഇൻ നദമി അലാ യൗമിൻ വറബത് ശംസ ഫനഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. എനിക്ക് ഏറ്റവും സങ്കടമുണ്ടായ കാര്യം, എനിക്ക് ഏറ്റവും ദുഃഖമുണ്ടായ കാര്യം, ഒരു ദിവസം പ്രഭാതം പൊട്ടിവിടരുന്നു, എന്നിട്ട് ആ ദിവസം കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ചു പോകുന്നു. ആ ദിവസത്തില് എൻ്റെ സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോവുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്ത ഒരു ദിവസം, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും നഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അത് ഞാൻ ഏറ്റവും ദുഃഖിക്കുന്ന കാര്യമാണ്. ജീവിതത്തിൽ ഒരു സമയവും നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തരുത്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റവും ദുഃഖിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മാമി യൗമി യൻസഖു ഫജ്റുഹു ഇല്ലാ വഹുവ യുനാദി. ഓരോ ദിവസവും പ്രഭാതം ഇങ്ങോട്ട് പൊട്ടി വിടർന്നു കഴിഞ്ഞാൽ ആ ദിവസം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്, യബ്ന ആദം, മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഇന്നലെയോ മെനഞ്ഞാന്നോ അതിന്റെ തലേന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ അതിന്റെ മുമ്പുള്ള മാസമോ വന്ന ഞാനല്ല ഇന്ന് വന്നത്. അത് വേറെ ദിവസങ്ങളായിരുന്നു. ഇന്ന് നിന്നിലേക്ക് ഉദിച്ചു വന്ന ഞാൻ ഒരു പുതിയ ഒരു സൃഷ്ടിയാണ്. ഞാനിനി തിരിച്ച് നാളെ വരൂല. വഅലാ അമലിക ഷഹീദുൻ, ഇന്ന് നീ എന്താണ് ചെയ്യുന്നത് എന്നതിന് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് ഫർത്തനിം, ഞാനായ ഇന്നിനെ നീ ഉപയോഗപ്പെടുത്തണമെന്ന് ഓരോ ദിവസവും എന്നോട് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്. ഉപയോഗപ്പെടുത്തിക്കോ, നഷ്ടപ്പെടുത്തി കളയണ്ട, ഉപയോഗപ്പെടുത്തിക്കോ, നഷ്ടപ്പെടുത്തി കളയണ്ട എന്നിങ്ങനെ വിളിച്ചു പറയുകയാണ്. എന്നിട്ട് ആ ദിവസം തന്നെ നമ്മളോട് പറയുന്നത്, നിന്നിൽ നിന്ന് ഞാനങ്ങ് പോയി കഴിഞ്ഞാല് ഖിയാമത്ത് നാള് വരെ ഞാൻ ഇന്ന് എന്ന് പറയുന്ന ഞാൻ നാളെ തിരിച്ചു വരില്ല എന്ന് ഓരോ ദിവസവും നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ സമയങ്ങൾ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തുമ്പോൾ, ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ചില മനുഷ്യന്മാരെ കണ്ടു, സ്വഹാബികളെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്, കാനു അലാ ഔഖാതിഹിം അശദ്ദ മിൻകും ഖിർസൻ അലാ ദറാഹിമികും വദനാനിരിക്കും. നിങ്ങളുടെ ദീനാറിനേക്കാളും ദിർഹമിനേക്കാളും നിങ്ങളുടെ സമ്പത്തിനേക്കാൾ അവർ വില കൽപ്പിച്ചത് അവരുടെ ഓരോ നിമിഷങ്ങൾക്കുമായിരുന്നു എന്ന് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നു സ്വഹാബത്തിനെ പറ്റിയിട്ട്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊന്ന് നമ്മുടെ ജീവിതവും പൂർവ്വസൂരികളുടെ ജീവിതവുമായി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 50 വയസ്സുള്ള ഒരു മനുഷ്യൻ, അയാളുടെ ജീവിതത്തിൽ 15 വർഷം കുട്ടിക്കാലമായി കഴിഞ്ഞു പോകുമ്പോൾ ബാക്കി അയാൾക്കുള്ളത് 35 വർഷമാണ്. കൃത്യമല്ലെങ്കിലും ഏകദേശം 35 വർഷത്തിൽ നിന്ന് 17.5 വർഷം നൈറ്റായിട്ട്, രാത്രിയായിട്ട് പോകുന്നു. രാത്രിയുടെ സിംഹഭാഗവും നമ്മൾ ഉറക്കിനാണ് ഉപയോഗപ്പെടുത്താറുള്ളത്. ബാക്കി 17.5 വർഷമാണ് 50 കൊല്ലം ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ളത്.
ഈ 17.5 വർഷം, 50 കൊല്ലം ജീവിക്കുന്ന ആള് 17.5 വർഷം, ഏതാനും ദിവസങ്ങളാണ് ആ 17 വർഷത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സമയങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ 2 ഘട്ടങ്ങളുണ്ട്. 2 ഘട്ടങ്ങൾ അത് ഉപയോഗപ്പെടുത്താൻ മനുഷ്യന് കഴിയണം. 2 രംഗങ്ങളുണ്ട്. ആ രംഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ മനുഷ്യന് കഴിയണം. റസൂൽ പറയുന്നുണ്ട്, ആ 2 കാര്യങ്ങൾ, 2 ഘട്ടങ്ങൾ എന്ന് പറയാം, അതല്ലെങ്കിൽ 2 രംഗങ്ങൾ എന്ന് പറയാം. ആ ഘട്ടമാവട്ടെ, രംഗമാവട്ടെ, അത് ഉപയോഗപ്പെടുത്താൻ അധിക പേർക്കും കഴിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അവർ വഞ്ചിതരായി പോവുകയാണ് എന്ന് റസൂല് പറയും. ഏതാണ് 2 കാര്യങ്ങൾ, 2 ഘട്ടങ്ങൾ? ഒന്ന് സിഹത്താണ്, ആരോഗ്യമാണ്. ആരോഗ്യകാലം, നല്ല ആരോഗ്യമുള്ളപ്പോൾ നല്ലതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ പലപ്പോഴും നമ്മളെ പലതും അതിൽ നിന്ന് അശ്രദ്ധമാക്കി കളയുന്നു. അതുപോലെ ഒഴിവ് സമയം, അൽവൽ ഫറാഗ് എന്നാണ് റസൂൽ പറഞ്ഞത്. ആരോഗ്യകാലത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. അത് ആ സമയത്ത് നമ്മൾ ചെയ്യണം. ആരോഗ്യകാലത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പലതിൽ നിന്നും നമ്മൾ പിന്മാറി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു രോഗഘട്ടമാണ് നമുക്ക് വരാനുള്ളത്. ആ രോഗം വന്നാൽ നമുക്ക് കൊന്ന് കിടന്നു കൊടുക്കുക, ആ രോഗത്തിന് കീഴ്പ്പെട്ട് കൊടുക്കുകയല്ലാതെ ഈ നമ്മുടെ വ്യക്തിക്ക് വേണ്ടി, നാമായ വ്യക്തിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, നാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും സമുദായത്തിനും വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതാണ് റസൂല് പറഞ്ഞത്, അത് അധിക പേരും ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഒഴിവ് സമയവും. നമ്മുടെ ഒഴിവ് സമയവും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യകാലവും നമ്മുടെ ഒഴിവ് സമയവും ഇസ്ലാമിന് ആവശ്യമുണ്ട്. അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്, അതുപോലെ ഈ സമുദായത്തിന് ആവശ്യമുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നതാണ് ഒന്നുകൂടി ആവർത്തിക്കുന്നത്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഒന്നുകിൽ ഫോണിൽ വാട്സപ്പിന്റെയോ ഫേസ്ബുക്കിന്റെയോ ഇൻസ്റ്റാഗ്രാമിന്റെയോ മുന്നിലാണ് നമ്മൾ ഈ ഒഴിവ് സമയവും ആരോഗ്യ സമയത്തിൽ നിന്ന് 3/4 ഭാഗങ്ങളും. അതല്ലെങ്കിലോ നമ്മൾ കാരം ബോർഡിന്റെ മുന്നിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൈം പാസ്റ്റ് അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന്റെ മുന്നിലായിരിക്കും. ഇതല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥകൾ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ വേറെ ആളെ കൊള്ളൊന്നും വിരൽ ചൂണ്ടണ്ട, വേറൊരാളെ പറ്റിയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണ്ട, നമ്മളെ തന്നെ മതി. അത് മതിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പോരല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് 5 ഘട്ടങ്ങളാണ് വരാനുള്ളത്. 5-ൽ ഏതെങ്കിലും മനുഷ്യൻ അഭിമുഖീകരിക്കും. പക്ഷേ അതിന്റെ മുമ്പ് നീ 5 കാര്യങ്ങൾ ചെയ്യണമെന്ന് റസൂൽ പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ടത് 2 മാത്രമായതുകൊണ്ട് ഞാനത് കൽപ്പിക്കുകയാണ്. ഒന്ന്, റസൂൽ പറഞ്ഞത് രോഗത്തിന്റെ മുമ്പ്, രോഗിയായി കിടക്കുന്നതിന്റെ മുമ്പുള്ള ആരോഗ്യകാലം. അത് നിനക്ക് വേണ്ടി ചെലവഴിക്കാൻ നിനക്ക് കഴിയണം, എനിക്ക് വേണ്ടി ചെലവഴിക്കാൻ എനിക്ക് കഴിയണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിയണം, എൻ്റെ നാട്ടിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിയണം, എൻ്റെ സമുദായത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിയണം, എൻ്റെ സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിയണം, എൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിയണം, ഇസ്ലാം മതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിയണം. എൻ്റെ ഒഴിവ് സമയവും എൻ്റെ ആരോഗ്യ കാലഘട്ടവും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു പള്ളി, നമ്മുടെ നാടുകളിൽ പള്ളികളുണ്ട്, മദ്രസകളുണ്ട്, ദഅവാ പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആരെയാണ് ഇത്തരം മേഖലകളിൽ നമ്മൾ കാണുന്നത്? ആരെയും കാണുന്നില്ല. പലപ്പോഴും പലരുമായി സംസാരിക്കുമ്പോഴും പങ്കുവെക്കുമ്പോഴും പറയുന്ന ഒരു ആശങ്കയുണ്ട്, വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള പള്ളിയുടെ അവസ്ഥ എന്തായിരിക്കും, മദ്രസകളുടെ അവസ്ഥ എന്തായിരിക്കും? താടി നരച്ച, തല നരച്ച, തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോയ,
50 കഴിഞ്ഞ ആൾക്കാരാണ് ഇത്തരം മേഖലകളിലേക്ക് നമ്മൾ കാണുന്നത്. നമ്മുടെ ചെറുപ്പക്കാര് അത്തരം മേഖലകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇത് വളരെ ഗൗരവമായി നമ്മൾ കാണണം. അത്തരം ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകരുത് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു തരുന്നൊരു ആശയം. നമ്മൾ ആലോചിക്കണം, ആരായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി. നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് സമയമില്ല, നമുക്ക് തിരക്കാണ് എന്നല്ലേ നമ്മൾ പറയാറുള്ള ഒരു ന്യായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? ഒരു രാഷ്ട്രത്തിന്റെ തലവനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു പള്ളിയുടെ ഇമാമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു പള്ളിയിലെ ഖതീബായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 മക്കളുടെ പിതാവാണ് നബി. 9 ഭാര്യമാരുടെ ഭർത്താവാണ് നബി. എന്നിട്ടോ ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിട്ടും തിരക്ക് പിടിച്ച ജീവിതമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ സമയം നീക്കി വെച്ചിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തോടൊപ്പം ടൈം പാസ് നടത്തിയിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ റസൂൽ ഇടപെട്ടിട്ടുണ്ടല്ലോ, അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടല്ലോ. ഇസ്ലാമിക പ്രബോധന രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചുക്കാൻ പിടിച്ചിട്ടുണ്ടല്ലോ. തന്റെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിനൊക്കെ റസൂൽ സമയം കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്, ആരാധനയ്ക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം കണ്ടെത്തുകയും അതിന് പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ലല്ലോ. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതല്ലേ റസൂൽ പറഞ്ഞത്, നമ്മൾ അങ്ങനെ ആയിരിക്കണം. റസൂൽ പറയുന്നുണ്ട്, ബുദ്ധിയുള്ള മനുഷ്യനാരാന്നറിയോ? റസൂൽ പറയാ, നബി പറയാ, ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് മരണത്തിന്റെ ശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്ന ആളാണ് എന്ന്. ഞാൻ എവിടെയോ വായിച്ചൊരു കഥ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രാജ്യം സാങ്കല്പികമാണ്, ഒരു കഥയാണ്. ആ രാജ്യത്തുള്ള ഓരോ പൗരന്റെയും പേരെഴുതിയിട്ട് നറുക്ക് പേര് വരുന്ന ആളാണ് ആ രാജ്യത്തെ രാജാവായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 1 വർഷമാണ് കാലാവധി രാജാവിൻ്റെത്. 1 വർഷം അയാൾക്ക് എന്തൊക്കെ ആ രാജ്യത്തിന്റെ പൊതുസ്വത്തെടുത്തിട്ട് അയാൾക്ക് എന്തൊക്കെ രീതിയിൽ ജീവിക്കണമോ ഒക്കെ ജീവിക്കാം. ആ രാജ്യത്ത് അങ്ങനെയാണ് നിയമം. 1 കൊല്ലം അയാളെ അതുകൊണ്ട് ആസ്വദിക്കാം, ആനന്ദിക്കാം, ആഹ്ലാദിക്കാം, അനുഭവിക്കാം അയാൾക്ക്. 1 കൊല്ലത്തിന്റെ ശേഷം ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് ആ രാജാവിനെ കാട്ടിലേക്ക് കൊണ്ടുപോയി തള്ളണം എന്നതാണ്, സാങ്കല്പികമാണ് കഥ. എന്നിട്ട് ആ രാജാവിനെ കാട്ടിൽ നിന്ന് ഒന്നുകിൽ അയാൾ എങ്ങനെയും രക്ഷപ്പെട്ടു പോരും, അല്ലെങ്കിൽ വന്യജീവികൾ തിന്നുകളയും. 1 കൊല്ലം അയാൾക്ക് നന്നായി ആസ്വദിക്കാം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നിടയിലാണ് ഒരു പൗരന്റെ പേര് വരുന്നു. അയാൾ രാജാവായി തെരഞ്ഞെടുക്കുന്നു. അയാൾ രാജാവായി തെരഞ്ഞെടുത്ത അന്ന് മുതൽ അയാൾ കാട്ടിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നാണ് കഥ. 1 കൊല്ലം കഴിഞ്ഞ്, 1 കൊല്ലം പൂർത്തിയായി. അയാളെ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് കൊണ്ട് കാട്ടിലേക്ക് തള്ളുമ്പോൾ, കാട്ടിലേക്ക് എത്തിയപ്പോൾ അയാൾ ഉടനെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞുകയറി രക്ഷപ്പെട്ടു. അവിടെയും ആനന്ദകരമായ ഒരു ജീവിതമാണ് എന്നാണ് കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സാങ്കല്പികമാണ് കഥയെങ്കിലും അതിലൊരു ഗുണപാഠമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആനന്ദം ഇവിടെ മാത്രം പോരാ, അവിടെയും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ ലഭിക്കേണ്ട ആനന്ദത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതാണ് അല്ലാഹു തആല പറയുന്നത്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ എന്ന് പറഞ്ഞ് അല്ലാഹു അവസാനിപ്പിച്ചത്. ഈ ആയത്തിന്റെ ആശയം തന്നെയാണ് ആ കഥയെ നമുക്ക് പറഞ്ഞത്.